കുപ്പിവെള്ള നിർമ്മാണ കമ്പനികൾ, അതായത് പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ, മിനറൽ വാട്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാണ കമ്പനികൾ തുടങ്ങണമെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് നിർബന്ധമാണ്. എന്നാൽ നേരത്തെ FSSAI ലൈസൻസ് ലഭിക്കണമെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതായത് BIS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ 2024 ഒക്ടോബറിലെ FSSAIയുടെ ഓർഡർ പ്രകാരം BIS സർട്ടിഫിക്കറ്റ് ഒരു മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ല FSSAI ലൈസൻസ് ലഭിക്കാൻ കുപ്പിവെള്ള നിർമ്മാണ കമ്പനികൾക്ക്. BIS സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ലാതാക്കി മാറ്റിയതോടുകൂടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ കുപ്പിവെള്ളം അല്ലെങ്കിൽ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടറും മിനറൽ വാട്ടറും ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റമായിട്ട് മാറ്റിയിരിക്കുന്നു. അത് പ്രകാരം ഇവയ്ക്കുള്ള ടെസ്റ്റുകളും പരിശോധനകളും കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ജനുവരി മുതൽ എല്ലാ കുപ്പിവെള്ള നിർമ്മാണ കമ്പനികളും നിർബന്ധമായിട്ടും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്ന പരിശോധനകൾ നടത്തിയിരിക്കണം. അതായത് അവർ നിർമ്മിക്കുന്ന കുപ്പിവെള്ളം അല്ലെങ്കിൽ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ നിർബന്ധമായിട്ടും FSSAI പറയുന്ന രീതിയിലുള്ള പരിശോധനകൾ FSSAI നോട്ടിഫൈഡ് NABL അക്രഡിറ്റഡ് ലബോറട്ടറികളിൽ നിന്നും നടത്തിയിരിക്കണം. ഏതൊക്കെ ടെസ്റ്റുകൾ ഏതൊക്കെ കാലയളവിൽ നടത്തണമെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇത് പ്രകാരം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നത്. 1 മൈക്രോബയോളജിക്കൽ ടെസ്റ്റ്, 2 കെമിക്കൽ ടെസ്റ്റ്, 3 പെസ്റ്റിസൈഡ് റെസിഡ്യൂ അറിയുവാനുള്ള ടെസ്റ്റ്. ഈ 3 തരത്തിലുള്ള ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തത് മൈക്രോബയോളജിക്കൽ ടെസ്റ്റ്, അതായത് കുപ്പിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിന് ഹാനികരമാകുന്ന ഈക്കോളൈ, ഷിഗല്ല തുടങ്ങിയ പലതരത്തിലുള്ള ബാക്ടീരിയകളെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് മൈക്രോബയോളജിക്കൽ അനാലിസിസ്. ഇത് പ്രകാരം എല്ലാ കുപ്പിവെള്ള നിർമ്മാണ കമ്പനികളും അവരുടെ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ എല്ലാ മാസവും നിർബന്ധമായിട്ടും ഒരു FSSAI നോട്ടിഫൈഡ് NABL അക്രഡിറ്റഡ് ലബോറട്ടറിയിൽ പരിശോധിച്ച് അതിന്റെ പരിശോധനാ ഫലം സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കണം. ഇനി രണ്ടാമത് വരുന്നത് കെമിക്കൽ അനാലിസിസ് ആണ്. ഇത് 3 മാസത്തിൽ ഒരിക്കലാണ് FSSAI നോട്ടിഫൈഡ് NABL അക്രഡിറ്റഡ് ലബോറട്ടറിയിൽ പരിശോധന നടത്തേണ്ടത്. ഇനി വെള്ളത്തിൽ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പെസ്റ്റിസൈഡ് ടെസ്റ്റുകൾ 6 മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായി നടത്തി അതിന്റെ പരിശോധനാ ഫലം സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കണം. അതുകൊണ്ട് കുപ്പിവെള്ള നിർമ്മാണ കമ്പനികൾ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ FSSAI നോട്ടിഫൈഡ് NABL അക്രഡിറ്റഡ് ലബോറട്ടറികളിൽ പരിശോധന നടത്തി അതിന്റെ പരിശോധനാ ഫലം സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക.